അപ്പോൾ പഠിക്കാൻ എനിക്ക് മടിയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ള ഒരു സബ്ജക്റ്റ്, ഫോർ എക്സാമ്പിൾ മലയാളം എടുക്കും. ഏറ്റവും എളുപ്പം എനിക്ക് അതായതുകൊണ്ട് അത് ഞാൻ പഠിക്കും. പഠിച്ചതിന് ശേഷം ഒരു ദിവസത്തിൽ ഒരു 1-1.5 മണിക്കൂർ ഫിസിക്സ് എനിക്ക് പാടാണ്, അത് പഠിക്കും. പിന്നെ ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നില്ല, ഉടനെ കറണ്ട് അഫയേഴ്സും കൂടെ 1 മണിക്കൂർ പഠിച്ചു തുടങ്ങും. അറിഞ്ഞുകൂടാത്ത ഇപ്പോൾ സ്ത്രീലിംഗം, പുല്ലിംഗം, ഇങ്ങനെ നേതാവ്, നേത്രി, പൂജാരി, പൂജാരിണി, ഇങ്ങനെ ഓരോന്നും ഇത് എഴുതിയെടുത്ത് പഠിക്കാറുണ്ട്. അറിഞ്ഞുകൂടാത്തത് ഏത് സബ്ജക്റ്റ് ആയാലും അറിഞ്ഞുകൂടാത്തത് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കാറുണ്ട്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഒന്നും എന്നെ ബാധിക്കാറില്ല. എനിക്ക് മറന്നു പോണതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇന്ന് തന്നെ അത് മറക്കും. പക്ഷേ എന്നാലും ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കും. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമാണ് ലക്ഷ്യം അടുത്ത. അപ്പോൾ അതിന് മുമ്പായിട്ട് ആദ്യം LDC എക്സാം വരുന്നതുകൊണ്ട് ഇത് പഠിച്ച് തീർത്ത് ആ ജോലി വാങ്ങിച്ചതിന് ശേഷം കണ്ടിന്യൂസ് പഠിച്ച് മറ്റേതും കൂടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റും കൂടെ എക്സാം അച്ചീവ് ചെയ്യണമെന്നാണ്, സക്സസ് ആയിട്ട് എഴുതിയെടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ എന്തായാലും ടിപ്പെന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്യണം. സ്മാർട്ട് വർക്ക് അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ രണ്ടും ചെയ്തേ പറ്റുള്ളൂ. വേറെ എന്താണ്, ദർ ഇസ് നോ റോയൽ പാത്ത് ടു എന്താ ജോമെട്രി, ട്രിഗണോമെട്രി എന്നൊക്കെ പറയില്ലേ, അതുപോലെ രാജപാതകളൊന്നുമില്ല. പഠിച്ച് തന്നെ നേടിയാലേ പഠിച്ചെടുക്കണ ജോലികൾ കിട്ടുള്ളൂ. അതുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്തേ പറ്റുള്ളൂ. അത് കുറച്ച് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ രക്ഷപ്പെടുകയാണെങ്കിൽ, അതായത് എനിക്ക് ജോലി കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നല്ല ഡീറ്റെയിൽഡായിട്ട് ഇതിനെപ്പറ്റി ക്ലാസ് ഉപദേശം തരുന്നതായിരിക്കും.